ഒരു രസമുള്ള വചനമാണിത്. കലഹക്കാരിയായ ഭാര്യയോടൊപ്പം വീട്ടിനുള്ളിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം തട്ടിൻ പുറത്ത് ഒരു കോണിൽ കഴിഞ്ഞുകൂടുന്നതാണ് എന്നുള്ളത്. കലഹക്കാരിയായ ഭാര്യ എന്നൊക്കെ പറയുമ്പം അത് വചനത്തിൽ അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഭാര്യയുടെ മാത്രം കാര്യമല്ല, ഭർത്താവിന്റെയും കാര്യമാണ്, മക്കളുടെയും കാര്യമാണ്, സുഹൃത്തുക്കളുടെയും കാര്യമാണ്, മാതാപിതാക്കന്മാരുടെയും കാര്യമാണ്. നമ്മൾ കലഹക്കാരാണോ, വഴക്കുണ്ടാക്കുന്ന ആൾക്കാരാണ്, എവിടെ പോയാലും വഴക്കുണ്ടാക്കണവരാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ കഴിയുന്നതിനേക്കാളും മെച്ചമെന്ന് പറയുന്നത് തട്ടിൻ പുറത്ത് കയറി ഒരു കോണിൽ കുഞ്ഞിക്കൂടി അവിടെ ലോർത്തിരിക്കണതാണ്. കാരണം ഇവർ സമ്മതിക്കൂല. നമ്മൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയുള്ളവരാണെന്നൊന്ന് ചിന്തിക്കണം. നല്ല കാര്യമാണ്. പുറത്തെ കാര്യമല്ല കേട്ടാ, വീട്ടിൽ സ്വന്തം വീട്ടിലെ കാര്യം ചിന്തിച്ചാൽ മതി, നാട്ടിലെ കാര്യം ചിന്തിക്കണ്ട. സ്വന്തം വീട്ടിൽ എങ്ങനെയുള്ളവരാണ് നമ്മൾ. എന്തിനും ഏതിനും വഴക്കുണ്ടാക്കി, കലഹം ഉണ്ടാക്കി, അത് പ്രശ്നം ഇത് പ്രശ്നം അങ്ങനെ പറയണവരാണെങ്കിൽ നമ്മളെ കൂടെ ഉള്ളവർക്ക് മടുക്കും കേട്ടാ. മനസ്സിലാക്കിയോ? നമ്മളെ കൂടെ ഉള്ളവർക്ക് മടുക്കും. മാതാപിതാക്കന്മാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ജീവിത പങ്കാളികൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, മക്കൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. മാതാപിതാക്കന്മാർ എന്ത് തൊട്ടാലും കുറ്റം. മാതാപിതാക്കന്മാർക്കും അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഈ മക്കൾ എങ്ങനെയൊക്കെ ചെയ്തു തന്നാലും അതിൽ പോരായ്മ കണ്ടുപിടിക്കുക. അപ്പൊ കലഹക്കാരായ മനുഷ്യരാണോ നമ്മളെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാൻ ഈ വചനം നമ്മളെ സഹായിക്കട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.